ഞാൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ മാധ്യമപ്രവർത്തകരെ കാണും. തീർച്ചയായും അല്ല, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആർക്കും പാർലമെൻറ്റ് മെമ്പറാവാൻ പറ്റില്ല, അവർക്കാർക്കും MLA-മാരാകാൻ പറ്റില്ല. കാര്യം ഞങ്ങളെപ്പോൾ ആളുകളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി MP-മാരാക്കിയ MLA-മാരാക്കിയ പാവപ്പെട്ട പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാകാൻ, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാകാൻ കിട്ടുന്ന ഒരവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് അവത്തുങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ ഒരു നേതാവും തയ്യാറാകാൻ പാടില്ല. പക്ഷേ അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു നിലപാട് വേണം, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം വേണം. അതിനകത്തെങ്ങും വ്യതിചലിക്കാൻ പാടില്ല. വ്യതിചലിക്കുന്ന ആരാണോ അവരോട് യോജിക്കാനും എനിക്കാവില്ല. അത് ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം 2 പ്രാവശ്യം പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ മാധ്യമ വേട്ടയ്ക്ക് പാത്രീഭൂതനായ ഒരാൾ. പക്ഷേ എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, അതിനെതിരെ നിങ്ങളോട് പിണങ്ങേണ്ട കാര്യം എന്താ? ഒരു പിണക്കവും ഇരിക്കില്ല. മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് മാധ്യമ രംഗത്തൊരു വലിയ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിലൊന്നും പറഞ്ഞോട്ടെ, അതിലൊന്നും എനിക്ക് യാതൊരു പരിഭവമില്ല. അങ്ങ് പിണറായി വിജയനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം സ്വന്തം പാർട്ടിക്കാർക്കെതിരെയാണ് സംസാരിക്കുന്നതെന്നാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നവർ പറയുന്നത്. അല്ല, എന്നെ നിങ്ങൾ പ്രകോപിതരാക്കി അല്ല, ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് ഓരോന്ന് പറയിപ്പിക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ, സൈബർ ആക്രമണത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. ഇന്നലെ AICCയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ സൈബർ ആക്രമണം ഭയന്ന് ഈ സൈബർ വെട്ടുകിളികളുടെ ഒരു ഭീഷണിയിൽ വശംവദരായി നിലപാടുകളിൽ മായം ചേർക്കാനോ മാറ്റം വരുത്താനോ ഞങ്ങൾ തയ്യാറല്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ KPCC പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം എല്ലാ കാര്യങ്ങളും കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന് വിരുദ്ധമായി ആര് നിൽക്കുന്നോ അവരൊക്കെ പാർട്ടി വിരുദ്ധരാണെന്ന് നമ്മൾ പറയും. കാരണം ആരാണോ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി പോകുമ്പോൾ ആ ഒറ്റക്കെട്ടായി പോകുന്ന നേതൃത്വത്തിൻ്റെ ആ നിലപാടിനെതിരെ ഒരു നിലപാട് ആരെടുക്കുന്നു, ആ നിലപാടിനോട് ആർക്കും യോജിക്കാനാവില്ല. മനസ്സിലായി? പിന്നെ എല്ലാവർക്കും പരിമിതികളുണ്ടല്ലോ. മനസ്സിൽ വെച്ച് നിൽക്കരുത്, എന്നെ ഇത്രമാത്രം ജോൺ ബ്രിട്ടാസ് സ്നേഹിക്കുന്നുവെന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന രാത്രിയിൽ 1 മണിക്ക് ഞാൻ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര എന്നോട് അദ്ദേഹത്തിന് സ്നേഹവും പ്രേമവും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് മഞ്ചേരിയിൽ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചത്, മനസ്സിലായില്ലേ? ആൾക്കൂട്ട വിചാരണ നടത്തിയത്. പക്ഷെ അന്ന് ഞാൻ ഒളിച്ചോടിയില്ല. അന്ന് രാത്രിയിൽ എന്നെ കോടതിയിൽ ഹാജരാക്കി. കോടതി അപ്പം തന്നെ എനിക്ക് ജാമ്യം തന്നു. ആ കേസ് ഹൈക്കോടതി ക്വാഷ് ചെയ്ത് കളഞ്ഞു. അന്ന് കോടതിയിൽ ഹാജരാക്കുന്ന അന്ന് വൈകിട്ട് ഞാൻ മാധ്യമങ്ങളെ കണ്ട് ഒരു നിമിഷം പോലും ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി നിന്നിട്ടില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, സകല വിചാരണയും ഞാൻ നേരിട്ടു. കാരണം എനിക്കറിയാം ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. മനസ്സിലായോ? എനിക്കെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതിയില്ല. പിന്നെ ആർക്കെങ്കിലും ഞാൻ അവിഹിതമായ മാർഗത്തിലൂടെ ഗർഭം ഉണ്ടാക്കിയെന്ന് പരാതിയില്ല. ആൾക്കൂട്ട വിചാരണയാണ്. ആ വിചാരണയെ ഞാൻ സധൈര്യം നേരിട്ട്, ഒറ്റയ്ക്ക് നേരിട്ട് ഞാൻ മടങ്ങി വന്നവനാ. ഞാനെങ്ങും പോയില്ല. അല്ല അന്ന് അതുകൊണ്ട് ഞാൻ പറയാം, അന്ന് എന്നെ ആ അവസ്ഥയിലാക്കിയ ബ്രിട്ടാസിന്റെ പാർട്ടി, ബ്രിട്ടാസിന്റെ മുഖ്യമന്ത്രി, പുള്ളിയുടെ പ്രിയ തോഴൻ അന്ന് എന്നോടൊരു സഹതാപം കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ രാഷ്ട്രീയത്തിൽ ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച യാതനയും വേദനയും ഞങ്ങൾക്കെല്ലാം അറിയൂ.
അന്നും ഇന്നും എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ട്. അതാണ് എൻ്റെ ശക്തി. കാരണം അവർക്കറിയാം. ആ സംഭവമാണ് കോൺഗ്രസ് ഇന്ന് ഈ സൈബർ വെട്ടുകളികൾ കമന്റ് ആയിട്ടൊക്കെ അങ്ങയുടെ പോസ്റ്റിന് താഴെ കൊണ്ടിടുന്നത്. ഞാൻ ആവശ്യത്തിന് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഞാൻ അതിനപ്പുറത്തോട്ട് പോകണ്ട. ഓക്കെ. തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന് ശേഷമല്ല, ഞാൻ മരിക്കുന്നവരെ മാധ്യമങ്ങളെ കാണും. അതിനെന്താ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, നിങ്ങൾ ഈ ഭൂമുഖത്തുള്ളിടത്തോളം കാലം നിങ്ങളെ കണ്ടിരിക്കും. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മാധ്യമങ്ങളെ കാണാൻ ജീവിക്കാൻ പറ്റുമോ? അത് നമ്മളെ എതിർക്കുന്നവരെ, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരടക്കമുള്ളവർ, അവരെന്ത് ചോദ്യം ചോദിച്ചാലും പ്രകോപനം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ ഉത്തരം. ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ ആശീർവാദം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് അല്ലല്ല, ഞാൻ നിങ്ങളിപ്പോൾ ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങളിങ്ങനെ ചൊറിഞ്ഞ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കേണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു.